മൂവുലകിനും അധിപതിയായ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും സകല മുഴങ്കാലും മടങ്ങുവാൻ യോഗ്യനായ നമ്മുടെ ത്രിയേക ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. അതുപോലെ സകലരുടെയും ന്യായാധിപതിയായി ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ ഒരുങ്ങിയിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹ ആദരവുകളും വന്ദനങ്ങളും എല്ലാവർക്കും അറിയിക്കുന്നു. ഒരു ദിവസത്തെ ഇടവേള കഴിഞ്ഞ് നമുക്കൊരുമിച്ചിന്നും ദൈവവചന പഠനത്തിനായിട്ട് കൂടി വരുവാൻ ദൈവം സഹായിച്ചതിനായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ചില പുതിയ ഡിവൈസസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കൂട്ടത്തിൽ ദുഃഖിതരും മറ്റുമായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ചർച്ചിലെ പഞ്ചം അങ്കിൾ, അദ്ദേഹത്തിൻ്റെ ബൈപ്പാസ് സർജറി നാളെ ആയിരിക്കും. നാളത്തേക്കാണ്. ഇന്നലെ പറഞ്ഞു, ഇന്നലെ പോസ്റ്റ്പോൺ ചെയ്ത് ഇന്നത്തേക്കാക്കി, ഇന്നത്തേത് പറഞ്ഞ് നാളത്തേക്കാക്കി. അങ്ങനെ നാളെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആ വിഷയത്തിലും പ്രാർത്ഥന ആഗ്രഹിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതുപോലെ വർഷാവസാന സമയങ്ങളോടനുബന്ധിച്ച് ക്രിസ്തുമസിൻ്റെ സമയത്തോടനുബന്ധിച്ചും പലയിടങ്ങളിലും ക്രിസ്തീയ കൂട്ടായ്മകളുണ്ട്. അത് മതപരിവർത്തനത്തിൻ്റെ കൂട്ടായ്മകളാണെന്ന് തെറ്റിദ്ധരിച്ച് പലയിടങ്ങളിലും ഈ ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകളും കൂടുതൽ ആക്രമണങ്ങളും ക്രൈസ്തവ പീഡകളും നടക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. ഈ ദിവസങ്ങളിലും അത് നടക്കുന്നുണ്ട്. നമുക്ക് പീഡിതരായ ദൈവജനത്തിൻ്റെ സ്ഥിരതയ്ക്ക് വേണ്ടിയും പീഡിപ്പിക്കുന്നവരുടെ മാനസാന്തരത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കാം. കർത്താവ് തൻ്റെ മഹാപ്രവൃത്തിയും നിത്യമായ അല്ലെങ്കിൽ അനാദി നിർണയങ്ങളും നിത്യനിർണയങ്ങൾ നിവർത്തിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. തിരുവെഴുത്തുകളിലേക്ക് തിരിയുകയാണ്. എബ്രായ ലേഖനം 1-ാമത്തെ അധ്യായമാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം, കൊലോസ്യ ലേഖനം 1-ാമത്തെ അധ്യായം, വെളിപ്പാട് പുസ്തകം 1-ാമത്തെ അധ്യായം, ഈ അധ്യായങ്ങളോട് ചേർന്ന് എബ്രായ ലേഖനവും 1-ാമത്തെ അധ്യായം വളരെ ക്രിസ്തുശാസ്ത്രപരമായി സമ്പന്നമായ അധ്യായമാണ്. ക്രിസ്റ്റോളജിക്കലി വെരി റിച്ച് ചാപ്റ്റർ. Along is Hebrews chapter 1, along with John chapter 1, Colossians chapter 1 and Revelation chapter 1. ഈ അധ്യായങ്ങളിലെല്ലാം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അതിമഹത്തായ ചിന്തകൾ അപ്പോസ്തലന്മാർ പങ്കുവയ്ക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു മാസത്തിലേറെയായി എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൽ നിന്ന് നമ്മുടെ കർത്താവായ യേശുവിനെ പറ്റി പഠിച്ചു വരികയാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് എന്തുമാത്രം ആഴത്തിലുള്ള ക്രിസ്തുശാസ്ത്രപരമായ അല്ലെങ്കിൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള പഠനമാണ് എബ്രായ ലേഖന കർത്താവ് നമുക്ക് ഈ അധ്യായത്തിൽ തന്നെ തരുന്നതെന്ന്. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത്, പുതിയ നിയമം പൊതുവെ ക്രിസ്തുശാസ്ത്രപരമാണെന്ന്. Our God is triune God, of course, but the New Testament stresses on Jesus Christ. It is Christological in nature. Christological in nature. ക്രിസ്തുശാസ്ത്രപരമായ സ്വഭാവം ഉൾക്കൊള്ളുന്നതാണ് എബ്രായ ലേഖനം. പുതിയ നിയമം മൊത്തമായിട്ട്, വിശേഷാൽ
എബ്രായ ലേഖനമെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കർത്താവിനെക്കുറിച്ച് എത്ര പഠിച്ചാൽ പഠിച്ചാലും പറഞ്ഞാലും പ്രസംഗിച്ചാലും തീരുകയില്ല. അങ്ങനെയുള്ള വലിയ ആഴമേറിയ ചിന്തകളാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. കഴിഞ്ഞ 2 ക്ലാസ്സുകൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എബ്രായ ലേഖനത്തിലെ ഒരു പ്രധാനപ്പെട്ട ചിന്താവിഷയമാണ് ബെറ്റർ തിങ്സ്. നല്ലത്, ഏറെ നല്ലത്, ശ്രേഷ്ഠമായത് എന്നൊക്കെ തർജ്ജമ ചെയ്തിട്ടുള്ള better things. And therefore, the book of Hebrews can easily or rightly be called the book of better things. നല്ലതുകളുടെ, ഏറെ നല്ലതുകളുടെ പുസ്തകമെന്ന് എബ്രായ ലേഖനത്തെ നമുക്ക് വിളിക്കുവാനായിട്ട് സാധിക്കും. അതേക്കുറിച്ച് നമ്മൾ കുറേയേറെ നല്ലതുകൾ കണ്ടു. എത്രണ്ണം കണ്ടെന്നല്ലോ നിങ്ങൾ നോട്ട് ചെയ്തോ? ഞാൻ നോട്ട് ചെയ്തിട്ടില്ല. വന്ന ഒരു വാക്കിന് അങ്ങ് പറഞ്ഞു പോവുകയായിരുന്നു. നിങ്ങൾ ചിലപ്പോൾ നോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും ആരെങ്കിലും. അതിൽ 2 രീതിയിലാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഒന്ന്, ബെറ്റർ എന്ന പദം, എന്ന വാക്ക് എഴുതിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ചിലത് ആ വാക്കില്ലെങ്കിലും ആശയമുണ്ട്. ഇത് രണ്ടും കൂടെ സമന്വയിപ്പിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. രണ്ടും കൂടെ സമന്വയിപ്പിച്ചുകൊണ്ട് അതിൽ ഏറ്റവും ഒടുവിൽ നമ്മൾ ചിന്തിച്ചത് എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യങ്ങളായിരുന്നു, അല്ലേ? 1, 2, 3 വാക്യങ്ങൾ വീണ്ടും നമ്മൾ വായിച്ചുകൊണ്ടായിരുന്നു ചിന്തിച്ചത്. ഓർമ്മയുണ്ടായിരിക്കുമല്ലോ എന്തായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചതെന്ന്? ഓർമ്മയില്ല, മറന്നുപോയി എല്ലാവരും. Being a high priest. ഓക്കെ, മറ്റെന്തെങ്കിലും? Old Testament people, Israelites feared God, but in New Testament it is love. Yeah, Loved God. a better revelation. യേശുക്രിസ്തുവിലൂടെ നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള ഒരു ഏറെ നല്ല വെളിപ്പാട് ലഭിച്ചു എന്നുള്ളതിലായിരുന്നു നമ്മൾ ഊന്നി നിന്നത്. ആ പദം അവിടെ Father children relationship. യെസ്, ഫാദർ ചിൽഡ്രൻ റിലേഷൻഷിപ്പ്. പഴയ നിയമത്തിൽ ആരും തന്നെ, ദൈവം തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട് യെശയ്യാവിലും യിരെമ്യാവിലും. അത് പൗലോസ് 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിരിക്കുമെന്ന്. അങ്ങനെയുള്ള ഒരു പ്രയോഗം ഒഴികെ ദൈവത്തെ നേരിട്ട് പിതാവേ എന്ന് ഇസ്രായേലിൽ ആരും സംബോധന ചെയ്തിട്ടില്ല. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ സ്വന്തം കൈകൾ കൊണ്ട് ദൈവം സൃഷ്ടിച്ച് സ്വന്തം വായ മൂക്കിനോട് ചേർത്ത് വെച്ച് ഊതി ജീവനുള്ള ദേഹിയാക്കി തീർത്ത ആദാം തുടങ്ങി, ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന് വിളിക്കപ്പെട്ട അബ്രഹാം തുടങ്ങി, ദൈവത്തോട് മുഖാമുഖം സംസാരിച്ചെന്ന് പറയപ്പെടുന്ന മോശ തുടങ്ങി, ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലും, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ദാവീദും, പ്രവാചക ശ്രേഷ്ഠന്മാരായ ഏലിയാവ്, ശമൂവേൽ, എലീശ, യെശയ്യാവ് തുടങ്ങി ഇങ്ങോട്ട് സ്നാപക യോഹന്നാൻ വരെയുള്ളവരാരും ദൈവത്തെ സംബോധന ചെയ്തിട്ടില്ലാത്ത ഒരു രീതിയിലാണ് നമ്മൾ ഇന്ന് സംബോധന ചെയ്യുന്നത്. നമുക്ക് ദൈവത്തെ കർത്താവായ യേശു വെളിപ്പെടുത്തി തന്നത് പിതാവ് എന്ന ഒരു നിലയിലാണ്. ആ ഒരു വെളിപ്പാട്, ആ ഒരു
ഇൻറ്റിമസി, ഇമ്മിനൻസി, ആ ദൈവീക വെളിപ്പാടിൽ നമുക്ക് ലഭിച്ചത് പഴയ നിയമ ഇസ്രായേലിന് ലഭിച്ചിരുന്നില്ല. സ്തോത്രം. എ ബെറ്റർ റെവലേഷൻ ഓഫ് ഗാഡ് ആസ് എ പേഴ്സണൽ ഗാഡ് റാദർ ആസ് എ ഫാദർ, എ ലവിങ്, എ കെയറിങ് ഫാദർ. സ്തോത്രം. അവിടെ നിന്നും നമ്മൾ മുൻപോട്ട് വന്നു. ഇതുവരെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും വിശദീകരണങ്ങൾ ആവശ്യമുള്ളതുണ്ടെങ്കിൽ ചോദിച്ചാട്ടെ. ശരി, ഒന്നുമില്ല എങ്കിൽ നമുക്ക് മുൻപോട്ട് പോകാം. സ്തോത്രം. അപ്പം ഈ ബെറ്റർ തിങ്സ്, നമ്മൾ കണ്ടതും കാണാനിരിക്കുന്നതുമായ നല്ലതുകൾ, ഏറെ നല്ലതുകൾ ഒക്കെ നമുക്ക് ലഭിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിലൂടെയാണ് എന്ന വസ്തുതയും നാം മറക്കരുത്. സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിലൂടെയാണ് നമുക്കതെല്ലാം ലഭിക്കുന്നത്. ത്രൂ എ ബെറ്റർ സൺ. സ്തോത്രം. ത്രൂ എ ബെറ്റർ സൺ. ഏറെ നല്ല ഒരു പുത്രൻ, അല്ലേ? സ്തോത്രം. പുത്രന്റെ അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ പുത്രത്വമാണ് ഇതിനെല്ലാം ആധാരമായിരിക്കുന്നതെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സ്തോത്രം. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ നമ്മൾ നായകൻ, ക്യാപ്റ്റൻ എന്ന നിലയിലാണ് പലയിടങ്ങളിലും കാണുന്നത്. സ്തോത്രം. നമ്മൾ കണ്ടിട്ടുള്ളതുപോലെ എബ്രായർ 1-2 വാക്യങ്ങൾ, 1 and 2, ചാപ്റ്റർ 1 വേഴ്സസ് 1 and 2, 1-2 വാക്യങ്ങൾ. In the past, God spoke to our forefathers through the prophets at many times in various ways. But in these last days, He has spoken to us by His Son, whom He appointed heir of all things, and through whom He made the universe. അവിടെ പുത്രൻ മുഖാന്തരം നമ്മോട് സംസാരിച്ച, വെളിപ്പാട് നമുക്ക് നൽകിയ പ്രവാചകന്മാരെക്കാളും ദൈവദൂതന്മാരെക്കാളും ശ്രേഷ്ഠനായി തീർന്ന പുത്രനെ കുറിച്ച് നമുക്ക് കാണാം. സ്തോത്രം. രണ്ടാമത്തെ അധ്യായം നാം വരുമ്പോഴും നമുക്ക് ഈ പുത്രനെ കുറിച്ച് കാണുവാൻ സാധിക്കും. സ്തോത്രം. അപ്പോൾ അങ്ങനെ നമുക്ക് ദൈവപുത്രന്റെ ശ്രേഷ്ഠതയാൽ അല്ലെങ്കിൽ ശ്രേഷ്ഠനായ ദൈവപുത്രനാൽ ലഭ്യമാകുന്ന ഈ വിധമായ ശ്രേഷ്ഠതകളെക്കുറിച്ചാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. കണ്ടുകൊണ്ടിരിക്കുന്നത്. നാം എബ്രായ ലേഖനം 2-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ 2 and verse 10, In bringing many sons to glory, it was fitting that God, for whom and through whom everything exists, should make the author of their salvation perfect through suffering. the author of their salvation, the captain of their salvation. Here the son is better son because he is leading many sons to glory. Many sons to glory. അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുന്ന ഒരു ശ്രേഷ്ഠനായ പുത്രനെ നമുക്കിവിടെ കാണാം. അങ്ങനെ പുത്രന്റെ ശ്രേഷ്ഠത, ശ്രേഷ്ഠനായ പുത്രൻ,
അത് നമ്മൾ നേരത്തെ നോക്കി എന്നാണ് ഞാൻ കരുതുന്നത്. സ്തോത്രം. പ്രൈസ് ഗാഡ്. പുത്രന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഹീ സിൻലെസ്. അത് നമ്മൾ യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിന്റെ 4 ശ്രേഷ്ഠതയെ കുറിച്ച് കണ്ടപ്പോൾ ഒന്നായിട്ട് കണ്ട കാര്യമാണ്. ഭൂമിയിൽ മനുഷ്യരിൽ നിന്നെടുക്കുന്ന എല്ലാ മഹാപുരോഹിതന്മാർക്കും ആദ്യം തങ്ങളുടെ പാപത്തിന് വേണ്ടിയിട്ട് പാപയാഗം കഴിക്കേണ്ടിയിരുന്നു. പക്ഷേ അങ്ങനെ ഒരു യാഗം കഴിക്കുവാൻ ആവശ്യമില്ലാത്ത ഒരു മഹാപുരോഹിതനാണ് നമുക്കുള്ളത്. അത് നമ്മൾ യേശുക്രിസ്തുവിന്റെ പാപരാഹിത്യത്തെക്കുറിച്ച് 6 കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് നേരത്തെ. അതിൽ പഠിച്ചതാണ് ഓർമ്മ കാണുമായിരിക്കും. ഒന്ന് പറഞ്ഞു വിട്ടേക്കാം, വിവരിക്കാതെയും റെഫറൻസ് തരാതെയും. പാപം അറിയാത്തവൻ, who knew no sin. പാപം ഇല്ലാത്തവൻ, in whom there was or there is no sin. പാപം ചെയ്തിട്ടില്ലാത്തവൻ, who did no sin. ഈ 3 നമ്മൾ പൊതുവെ പറയുന്ന കാര്യങ്ങളാണ്. 4ാമത്, who never had to pray for forgiveness of own sins. സ്വന്തം പാപങ്ങളുടെ ക്ഷമയ്ക്ക് വേണ്ടി യാചിക്കേണ്ടി വന്നിട്ടില്ലാത്തവൻ, പാപക്ഷമയ്ക്ക് വേണ്ടി ഒരിക്കലും പ്രാർത്ഥിക്കേണ്ടി വന്നിട്ടില്ലാത്തവൻ. 5, പാപികളോട് വേർപെട്ടവൻ, who is separated from sinners. And 6th one, who never had to offer a sacrifice for his own forgiveness or as a ransom or as a propitiation. പ്രായശ്ചിത്തമായിട്ടൊരിക്കലും തനിക്കായിട്ട് തന്നെ യാഗം കഴിക്കേണ്ടി വന്നിട്ടില്ലാത്തവൻ. ഇത് റെഫറൻസുകൾ സഹിതം നമ്മൾ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് അത് പറഞ്ഞു മാത്രം വിട്ടത്, ആവർത്തന വിരസത ഒഴിവാക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ ശ്രേഷ്ഠനായ ദൈവപുത്രനായ ക്രിസ്തു, ഇതിൽ ചില ഭാഗങ്ങൾ, പ്രത്യേകിച്ചും രണ്ടെണ്ണം എബ്രായ ലേഖനത്തിനകത്ത് തന്നെ ഉള്ളതാണ്. അവിടേക്ക് നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ശ്രേഷ്ഠ മഹാപുരോഹിതൻ അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ പുത്രത്വം, യേശുക്രിസ്തുവിന്റെ മഹാപുരോഹിത അവസ്ഥയും ശ്രേഷ്ഠമെന്ന് നമ്മൾ കണ്ടു. മഹാപുരോഹിതാവസ്ഥ ശ്രേഷ്ഠമെന്ന് നമ്മൾ കണ്ടു. സ്തോത്രം. ഇനിയും നമുക്ക് നോക്കുവാനായിട്ടുള്ളത് വേറെ പലതും ഉണ്ടെങ്കിലും ഓടിച്ച് അങ്ങ് വിടുകയാണ്. സ്തോത്രം. ഏഴാം അധ്യായത്തിന്റെ 22ാമത്തെ വാക്യം, 7:22. ഇതിൽ ചില ഭാഗങ്ങൾ നമ്മൾ നിത്യം, ഇറ്റേണൽ എന്നുള്ളതിനും എടുത്തിട്ടുള്ളതാണ്. നിത്യം എന്നുള്ളതും ഏറെ നല്ലതെന്നുള്ളതും ചില ഭാഗങ്ങളിൽ ഒരുമിച്ച് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ചില റെഫറൻസുകൾ ആവർത്തിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ പരിഗണിക്കുന്നത് ബെറ്റർ, നല്ലത്, ഏറെ നല്ലത് എന്നുള്ളതാണ്. 7:22. Because of this oath, Jesus has become the guarantee of a better covenant. A better covenant. A better covenant. മലയാളം കൂടെ വായിച്ചോളൂ.
ആണ കൂടാതെയല്ല എന്നതിന് ഒത്തവണ്ണം വിശേഷമേറിയ നിയമത്തിന് യേശു ഉത്തരവാദിയായി തീർന്നിരിക്കുന്നു. വിശേഷമേറിയ നിയമം. നമുക്കിവിടെ പഴയ നിയമവും പുതിയ നിയമവും ഉണ്ട്. അതിലിവിടെ പറയുന്നത് പഴയ നിയമത്തെക്കുറിച്ച് തന്നെയാണ്. മോശ മുഖാന്തരം ദൈവം ഇസ്രായേൽ മക്കളോട് ചെയ്ത ഉടമ്പടി അല്ലെങ്കിൽ നിയമം, എ ബെറ്റർ കവനന്റ്, എ ബെറ്റർ ടെസ്റ്റമെന്റ്, വിശേഷമേറിയ നിയമം. ദൈവം ഇസ്രായേലിനോട് ചെയ്ത നിയമം നമുക്കറിയാം. ഇസ്രായേൽ മക്കളോട് ദൈവം ചെയ്ത നിയമത്തെക്കാൾ, ഉടമ്പടിയേക്കാൾ ശ്രേഷ്ഠമേറിയതാണ് ദൈവം നമ്മോട് ചെയ്തിരിക്കുന്നതെന്നാണ് ഇവിടെ നാം കാണുന്നത്. സ്തോത്രം. 8-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം കൂടെ, 8:6. But the ministry Jesus has received is as superior to this as the covenant of which he is meditator, of which he is meditator, mediator. മീഡിയേറ്റർ. Mediator is superior to the old one, and it is founded superior to the old one. superior to the old one, and it is founded on better promises. അവിടെ നമ്മൾ ബെറ്റർ പ്രോമിസ് എന്നുള്ളതിലേക്കും ഇതേ വാക്യത്തിലേക്ക് തന്നെ വരും. superior to the old covenants. അപ്പൊ അത് രണ്ടിനും നമുക്ക് ഈ വാക്യം ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും. Because Christ is mediator. In the Old Testament, the mediator was Moses or even the angels. പഴയ നിയമത്തിൽ മധ്യസ്ഥൻ മോശയായിരുന്നു. ഇനി അതുമല്ലെങ്കിൽ നിയമങ്ങൾ കൈമാറുന്നതിന്, നിയമ കൽപ്പനകളുടെ കൽപ്പലകകൾ കൈമാറുന്നതിന് ദൂതന്മാരായിരുന്നു എന്നാണ് എബ്രായ ലേഖനകർത്താവ് പറയുന്നത്. അപ്പോൾ ഈ നിയമത്തിൻ്റെ, ഈ ഉടമ്പടിയുടെ വിശേഷത, അത് സുപ്പീരിയർ ആയിരിക്കുന്നത്, അത് ബെറ്റർ ആയിരിക്കുന്നത്, വിശേഷമേറിയതായിരിക്കുന്നത്, പ്രത്യേകതയേറിയതായിരിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ക്രിസ്തുവാണ് അതിൻ്റെ മധ്യസ്ഥൻ. സ്തോത്രം. ക്രിസ്തുവാണ് അതിൻ്റെ മധ്യസ്ഥൻ. അതിനെക്കുറിച്ച് 2-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യ വാക്യങ്ങളിൽ അപ്പോസ്തലൻ പറയുന്നത് നമുക്കറിയാമല്ലോ. ദൂതന്മാർ മുഖാന്തരം കൈമാറിയ പ്രമാണം. ദൂതന്മാർ മുഖാന്തരം കൈമാറിയ പ്രമാണം. അതിൻ്റെ ഓരോ ലംഘനത്തിനും തക്കതുപോലെ ശിക്ഷ ദൈവം കൊടുത്തെങ്കിൽ, അതാണ് നാം 2:2 കാണുന്നത്. The word spoken through heavenly angels or agents. ചില വേർഷൻസിൽ ഏജൻസ് എന്നാണ്, ചില വേർഷൻസിൽ ഏഞ്ചൽസ് എന്ന്. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം അത് ഉറപ്പുള്ളതായിരുന്നു. അതിൽ ഓരോന്നിൻ്റെയും ലംഘനത്തിന് ദൈവം ശിക്ഷയും വിധിച്ചു. Every transgression and disobedience received a just recompense of reward. എന്നിട്ട് 3-ാമത്തെ വാക്യം പറയുന്നു. എന്താ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നത്? വേഴ്സ് 3, 2:3.
കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും. കണ്ടോ, അവിടുത്തെ രക്ഷയെക്കുറിച്ച് നമ്മൾ ഇതിലേക്ക് ഒന്നുകൂടെ വരുന്നുണ്ട്, വലിയ രക്ഷ എന്നുള്ളതിനെ കുറിച്ച്. അപ്പോഴും ഇത് ആവർത്തിച്ചേക്കാം. ഇതിലിവിടെ പറയുന്നത് കണ്ടോ, എ കമ്പാരിസൺ ബിറ്റ്വീൻ വേഴ്സസ് 2 and 3, 2 ഉം 3 വാക്യങ്ങളിലെ തുലനം. 2-ാം വാക്യത്തിൽ പഴയ നിയമത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനമാണ്. പക്ഷേ പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴേ കണ്ടോ, ബെറ്റർ കവനന്റ്, വിശേഷമേറിയ നിയമം. എന്തുകൊണ്ടാണത്? വിച്ച് ഫസ്റ്റ് ഹാവിംഗ് ടേക്കൻ ടു ബി സ്പോക്കൺ ബൈ ദ ലോർഡ്, കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയത്. പഴയ നിയമത്തിൽ നിയമം കൈമാറി എന്ന് ഇസ്രായേൽ വിശ്വസിക്കുന്നത് ദൈവം ദൂതന്മാരെ ഇടനിലക്കാരാക്കി നിർത്തിക്കൊണ്ട് മോശയ്ക്ക് കൽപ്പന കൊടുത്തു എന്ന, കൽപ്പലകകൾ മാറിയെന്ന. എന്നാൽ പുതിയ നിയമം നമുക്ക് കൈമാറിയതോ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതാണ്. ഇവിടെ ദൂത സാന്നിധ്യമോ ദൂതന്റെ മധ്യസ്ഥതയോ ഇല്ല. കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയ വിശേഷമേറിയ നിയമം. അതുകൊണ്ടാണ് ക്രിസ്തുവിനെ മധ്യസ്ഥൻ എന്ന് വിളിക്കുന്നത്. ക്രിസ്തുവിനെ മീഡിയേറ്റർ, മധ്യസ്ഥൻ എന്ന് 8:6 നമ്മൾ കണ്ടത്. പുതിയ നിയമത്തിന്റെ മധ്യസ്ഥൻ, ദൂതന്മാരല്ല. അതുകൊണ്ടാണ് ഇത് ബെറ്റർ കവനന്റ്. ബെറ്റർ കവനന്റിന് വേറെ കാരണങ്ങളുണ്ട്, അതിലേക്ക് നമ്മൾ പിന്നീട് വരാം. ബെറ്റർ കവനന്റ്. സ്തോത്രം. ബെറ്റർ കവനന്റ്. അവിടെ പഴയ നിയമത്തിനകത്ത് നമുക്ക് പൗരോഹിത്യവും യാഗങ്ങളും എന്നിങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ, അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് നമുക്ക് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കാണുവാനുള്ളത്. ആ ഭാഗത്ത് വരുമ്പോൾ അതിൻ്റെ വ്യാഖ്യാനത്തിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ കാണാവുന്നതാണ്. നമ്മളിതിനു മുമ്പ് അവിടെ കണ്ടത് നിത്യ നിയമം എന്ന്. നിത്യ നിയമം 13-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിലും നമ്മൾ കണ്ടത് ഈ ബെറ്റർ കവനന്റിനെ അവിടെ ഇറ്റേണൽ കവനന്റ് അല്ലേ, ഇറ്റേണൽ കവനന്റ് എന്നല്ലേ 13:20, 13:20. May the God of peace, who through the blood of the eternal covenant brought യെസ്, us ഇറ്റേണൽ കവനന്റ്. ബസ് മനെ, ഇറ്റേണൽ കവനന്റ്, നിത്യ നിയമത്തിന്റെ രക്തത്താൽ. സ്തോത്രം. അപ്പോൾ ഈ നിയമം, ഇതിനെ പുതിയ നിയമം എന്ന് വിളിക്കുന്നുണ്ട്. അതും കൂടെ അടുത്ത ഭാഗത്ത് നമുക്ക് കാണാം. പുതിയ നിയമം, വിശേഷമേറിയ അല്ലെങ്കിൽ ഏറെ നല്ല നിയമം, നിത്യ നിയമം എന്നൊക്കെ ഈ പുതിയ നിയമത്തെ വിളിക്കുന്നു. ഓരോന്നിനും കാരണങ്ങൾ വ്യത്യസ്തമാണ്. ദൈവം നമ്മോട് പുതിയ നിയമം ചെയ്തത് എപ്പോഴാണെന്ന് നമുക്കറിയാമല്ലോ. when Jesus shed his blood at the crucifixion, God entered into humanity in a new law, in a new covenant. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, മത്തായി 1-ാം അധ്യായം മുതൽ പുതിയ നിയമം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ വേദപുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്. എങ്കിൽ കൂടെ യേശുക്രിസ്തു മരിക്കുന്നത് പഴയ നിയമത്തിലാണോ പുതിയ നിയമത്തിലാണോ നമ്മൾ പഠിച്ചിട്ടുള്ള ഓർമ്മ കാണുമല്ലോ, ഓർമ്മപ്പെടുത്തൽ മാത്രം. Though Matthew 1 onwards
is cited as the New Testament. Jesus died whether in the New Testament or in the Old Testament. Old. Yes, yes, in the Old Testament. Because the New Testament had been established by the shedding of the blood of Jesus. അതുകൊണ്ടാണ് കർത്താവ് പാനപാത്രം കൊടുത്തപ്പോൾ പറഞ്ഞത്, ഇത് എൻ്റെ രക്തത്തിൻ പുതിയ നിയമം, അല്ലെങ്കിൽ പുതിയ നിയമത്തിലുള്ള എൻ്റെ രക്തം. അപ്പോൾ യേശുക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താലാണ് ഈ പുതിയ നിയമം ഉറപ്പാക്കപ്പെട്ടത്. എബ്രായ ലേഖകന്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്താൽ അല്ല, മൃഗങ്ങളുടെ അല്ലെങ്കിൽ സൃഷ്ടികളുടെ രക്തത്താൽ അല്ല. സ്തോത്രം. സൃഷ്ടികളുടെ രക്തത്താലല്ല. അങ്ങനെയാണ് ഈ നിയമം സ്ഥാപിക്കപ്പെട്ടത്, ഉറപ്പിക്കപ്പെട്ടത് എന്നതും ഇതിൻ്റെ ബെറ്റർനെസ്, ശ്രേഷ്ഠതയെ, വിശേഷതയെ എടുത്തു കാണിക്കുന്ന ഘടകമാണ്. സ്തോത്രം. എടുത്തു കാണിക്കുന്ന ഘടകമാണ്. എ ബെറ്റർ കവനന്റ്. അതിനോട് തന്നെ ചേർത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നതാണ് നമ്മൾ മുമ്പേ കണ്ടതുപോലെ 8-ന്റെ 6-ാമത്തെ വാക്യത്തിൽ, സ്തോത്രം, എന്താണ്? ബെറ്റർ പ്രോമിസസ്. നമ്മൾ മുമ്പേ അത് വായിച്ചത് കൊണ്ട് ഒന്നും കൂടെ വായിപ്പിക്കുന്നില്ല. 8:6 again it speaks about better promises. സ്തോത്രം. ഏറെ നല്ല വാഗ്ദത്തങ്ങൾ അല്ലെ? മലയാളത്തിൽ അങ്ങനല്ലേ? ഏറെ നല്ലതോ? മലയാളത്തിൽ 8-ന്റെ 6 എങ്ങനെയാ? വിശേഷതയേറിയ ശുശ്രൂഷ. വിശേഷത ഏറിയ ശുശ്രൂഷ ആയിരിക്കല്ലോ. വാഗ്ദത്തങ്ങൾ എന്നില്ലേ 8-ന്റെ 6-ൽ? വാഗ്ദത്തങ്ങൾ, വിശേഷതയേറിയ വാഗ്ദത്തങ്ങൾ. വിശേഷതയേറിയ വാഗ്ദത്തങ്ങൾ. വിശേഷതയേറിയ വാഗ്ദത്തങ്ങൾ. ബെറ്റർ പ്രോമിസസ്. ഇംഗ്ലീഷിൽ ബെറ്റർ പ്രോമിസസ്, മലയാളത്തിൽ വിശേഷതയേറിയ അല്ലെങ്കിൽ വിശേഷമേറിയ വാഗ്ദത്തങ്ങൾ. സ്തോത്രം. അപ്പോൾ നമുക്ക് വിലയേറിയ വാഗ്ദത്തങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നു. പഴയ നിയമത്തിൽ ജനത്തിനില്ലാതിരുന്ന വാഗ്ദത്തങ്ങൾ, പ്രത്യേകിച്ച് ഉണ്ടായിരുന്നു. പഴയ നിയമത്തിലും ഇല്ലെന്നല്ല, ഉണ്ടായിരുന്നു. എന്നാൽ പഴയ നിയമത്തിൽ അത്ര മറനീക്കി വെളിപ്പെട്ടിരുന്നില്ല. പഴയ നിയമത്തിലും നിത്യതയുടെ വാഗ്ദത്തങ്ങൾ ഉണ്ടായിരുന്നു. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലേതിനോട് ചേർന്ന് നിൽക്കുന്ന തരം വാഗ്ദത്തങ്ങൾ ഉണ്ട്. എന്നാൽ പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിൽ കൂടെ നമുക്ക് അത് കുറെ കൂടെ തുറന്നു കിട്ടി. തുറന്നു കിട്ടി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുന്നത് പോലെ, മറനീക്കി മനസ്സിലാക്കുവാനായിട്ട് നൽകപ്പെട്ടു. സ്തോത്രം. ഇവൻ മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് പോലും പഴയ നിയമത്തിൽ അത്ര കണ്ട് വാഗ്ദത്തങ്ങൾ തെളിവായിട്ടില്ലായിരുന്നു. ഇയ്യോബിനൊക്കെ ആ വെളിപ്പാട് കിട്ടിയിരുന്നു. അപ്പോൾ തന്നെ 19-ാമത്തെ അധ്യായത്തിന്റെ 25-26 വാക്യങ്ങളിൽ ഇയ്യോബ്, ജോബ് 19:25-26, അവിടെ ഇയ്യോബ് തനിക്ക് ലഭിക്കുവാൻ പോകുന്ന തേജസ്കരണത്തെ കുറിച്ച് മുൻകൂട്ടി പറയുന്നുണ്ട്.
എന്നാൽ 14-ാം അധ്യായത്തിൽ ഇയ്യോബ് ചോദിക്കുന്നുണ്ട്, മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? അപ്പോൾ പഴയ നിയമത്തിൽ പൊതുവെ ഉയർത്തെഴുന്നേൽപ്പിന്റെ പോലും വാഗ്ദത്തങ്ങൾ വേണ്ടത്ര കാണുന്നില്ല. ഉണ്ട്, ഇല്ലെന്നല്ല. യെശയ്യാവിലൊക്കെ ഉണ്ട്. ഭൂമി തന്റെ നിഹതന്മാരെ വിട്ടുതരുമെന്നൊക്കെയുള്ള വാഗ്ദത്തങ്ങൾ അവിടെ ഉണ്ട്, സൂചനകളുണ്ട്. പക്ഷേ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഏറെ നല്ല അല്ലെങ്കിൽ വിശേഷതയേറിയ വാഗ്ദത്തങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം, നമ്മൾ 6-7 വാഗ്ദത്തങ്ങളെക്കുറിച്ച് മുദ്രാവാക്യം പോലെ പറയുന്നവരുമാണ്. ആ വാഗ്ദത്തങ്ങളിൽ പലതും പഴയ നിയമത്തിൽ നമുക്ക് കാണുവാൻ കഴിയുകയില്ല. സ്തോത്രം. ദൈവത്തെ മുഖാമുഖമായി കാണുന്ന, സ്തോത്രം, താൻ ഇരിക്കും പോലെ തന്നെ നമുക്ക് കർത്താവിനെ കാണുവാൻ കഴിയും എന്ന ഒരു വാഗ്ദത്തം തെളിവായും പൊതുവായും പഴയ നിയമത്തിൽ ഇല്ല. ഉണ്ട്, തെളിവായും പൊതുവായും ഇല്ല. സ്തോത്രം. നമ്മൾ ക്രിസ്താനുരൂപരായിത്തീരും എന്നുള്ള വാഗ്ദത്തം ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്നതിനുള്ള പുത്രത്വത്തിൻ്റെ വാഗ്ദത്തം, ഇങ്ങനെ തുടങ്ങി നമുക്ക് ക്രിസ്തുയേശുവിലൂടെ ഏറെ വിശേഷതയേറിയ വാഗ്ദത്തങ്ങളും നൽകപ്പെട്ടിരിക്കുന്നു. സ്തോത്രം, നൽകപ്പെട്ടിരിക്കുന്നു. അടുത്തതാണ് ഇതിനെല്ലാം ആധാരം എന്താണെന്ന് കാണുന്നത്. The next better thing is the very basis for all these better things. ഈ ഏറെ നല്ല വിശേഷതയേറിയ കാര്യങ്ങൾക്കൊക്കെ അടിസ്ഥാനമായിരിക്കുന്ന ഒരു വിശേഷപ്പെട്ട വസ്തുതയെക്കുറിച്ച് പറയുന്നു. 9:23, 9:23 It was necessary then for the copies of the heavenly things to be purified with these sacrifices, but the heavenly things themselves with better sacrifices than these. Better sacrifice. മലയാളത്തിൽ ഏറെ നല്ല യാഗങ്ങൾ എന്നാണോ? നല്ല യാഗങ്ങൾ. നല്ല യാഗങ്ങൾ. പഴയ നിയമത്തിലെ ദേവാലയത്തിലെ വസ്തുക്കൾ, അവയെക്കുറിച്ച് ഇവിടെ പറയുന്നു, സ്വർഗീയമായവയുടെ നിഴലുകൾ അഥവാ പ്രതിരൂപങ്ങളായിരുന്നു. All things in the temple of Jerusalem or the Old Testament tabernacle or the temple, they were simply shadows of the heavenly things. സ്വർഗീയമായവയുടെ നിഴലുകളോ പ്രതിരൂപങ്ങളോ മാത്രമായിരുന്ന പഴയ നിയമത്തിലെ കാര്യങ്ങളുടെയൊക്കെ ശുദ്ധീകരണത്തിന് യാഗങ്ങൾ ആവശ്യമായിരുന്നു. അങ്ങനെയാണെങ്കിൽ സ്വർഗീയമായവയുടെ ശുദ്ധീകരണത്തിന് തന്നെ എന്താവശ്യമുണ്ട്? നല്ല യാഗങ്ങൾ. പഴയ നിയമത്തിൽ അർപ്പിക്കപ്പെടുമായിരുന്നതിനേക്കാൾ നല്ലത്, by quality, by its validity, it should be better sacrifices than offered in the Old Testament. പഴയ നിയമത്തിൽ അർപ്പിക്കപ്പെടുമായിരുന്ന യാഗങ്ങളെക്കാൾ
മേന്മ കൊണ്ടും ഗുണമേന്മ കൊണ്ടും അതിൻ്റെ വൈദ്യത, അതിൻ്റെ സാധുത, അതുകൊണ്ടുമൊക്കെ ഏറെ നല്ല യാഗങ്ങൾ ആവശ്യമായിരുന്നു. ഊനമില്ലാത്തത്, നിന്നുപോകാത്തത്. എത്ര ഊനമില്ലാത്ത മൃഗങ്ങളെ യാഗം കഴിച്ചിരുന്നെങ്കിലും പഴയ നിയമത്തിലെ യാഗങ്ങൾക്കുള്ള അങ്ങേയറ്റം പോയാലുള്ള സാധുത, വാലിഡിറ്റി എന്ന് പറയുന്നത് 1 വർഷം മാത്രമായിരുന്നു. 360 ദിവസം കഴിയുമ്പോൾ അടുത്ത യാഗം കഴിച്ചിരിക്കണം, അങ്ങേയറ്റം പോയാൽ. ഏറ്റവും വാലിഡിറ്റി ഉള്ള യാഗം അതായിരുന്നു, 1 വർഷം. മഹാപാപ പരിഹാര ദിവസം കഴിക്കപ്പെടുന്ന യാഗം. എന്നാൽ യേശുക്രിസ്തുവിനോ അങ്ങനെ വർഷാന്തരം തോറും അർപ്പിക്കപ്പെടേണ്ട ആവശ്യം ഇല്ല. സ്തോത്രം. എന്നേക്കുമുള്ള യാഗം. എന്നേക്കുമുള്ള യാഗം. സ്തോത്രം. എന്നേക്കുമുള്ള യാഗം. ആ യാഗത്തിൻ്റെ പ്രത്യേകതയാണത്. നമ്മൾ 3 പദങ്ങൾ മിക്കപ്പോഴും ആ വിഷയത്തിൽ കാണുന്നതാണ്. വൺസ്, ഫോർ ഓൾ ആൻഡ് ഫോർ എവർ. ഒരിക്കലായി മാത്രം അർപ്പിക്കപ്പെട്ട യാഗം, എല്ലാവർക്കും വേണ്ടി അർപ്പിക്കപ്പെട്ട യാഗം, പിന്നെ എന്നേക്കും നിലനിൽക്കുന്ന തരത്തിൽ അർപ്പിക്കപ്പെട്ട യാഗം. സ്തോത്രം. അത് ക്രിസ്തുവിൻ്റെ യാഗത്തിന് മാത്രമുള്ള വിശേഷതയാണ്, പ്രത്യേകതയാണ്. സ്തോത്രം. വിശേഷപ്പെട്ട യാഗം. ബെറ്റർ സാക്രിഫൈസസ്, ബെറ്റർ സാക്രിഫൈസസ്. അടുത്തതാണ്, യേശുക്രിസ്തു അർപ്പിച്ച യാഗം ഏറ്റവും ശ്രേഷ്ഠമാണെങ്കിൽ, സ്തോത്രം, ഏറ്റവും ശ്രേഷ്ഠമാണെങ്കിൽ, യാഗത്തിലെ ഏറ്റവും പ്രധാന വിഷയം രക്തമാണല്ലോ. ആ രക്തവും ശ്രേഷ്ഠമാണ്. 12-ാം അധ്യായം 24-ാമത്തെ വാക്യം, 12:24 നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുണ്ട്. To Jesus, the mediator of a new covenant, and to the sprinkled blood that speaks a better word than the blood of Abel. Better blood. Blood that speaks better things. So we can conclude a better blood. ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിൻ്റെ രക്തം. Because his sacrifice was better, the blood he shed also was better. യേശുക്രിസ്തുവിൻ്റെ യാഗം വിശേഷപ്പെട്ടതായതുകൊണ്ട് ആ യാഗരക്തവും വിശേഷപ്പെട്ടത് തന്നെ. യേശുവിൻ്റെ രക്തം, ബെറ്റർ ബ്ലഡ്. ആവർത്തിക്കുന്നു, വ്യാഖ്യാനം നമ്മൾ ആ ഭാഗങ്ങളിലേക്ക് വരുമ്പോഴാകാം. സ്തോത്രം. പ്രൈസ് ഗോഡ്. വേഗത്തിൽ പറഞ്ഞ് ആ ഭാഗങ്ങൾ ഇന്ന് വിടുകയാണ്. കർത്താവ് വെച്ചാൽ നാളെ നമുക്കടുത്ത ഒരു വിഷയത്തിലേക്ക് പ്രവേശിക്കാമെന്ന് കരുതുന്നു. അതുകൊണ്ട് ഇവിടെ നിന്ന് ഞാൻ അങ്ങ് ഓടിപ്പോവുക. അടുത്തത്, we have a promise of the better resurrection. ഏറെ നല്ല ഉയർപ്പ്. 11:35, 31:15. Women received back their dead, raised to life again. Others were tortured and refused to be released.
so that they might gain a better resurrection. Praise God. They might gain a better resurrection. ഏറ്റവും നല്ല ഉയർപ്പ്. സ്തോത്രം. നമുക്ക് ലഭിച്ചിട്ടുള്ള വാഗ്ദത്തങ്ങളിൽ ഒന്നും കൂടെയാണത്. ഏറ്റവും നല്ല ഒരു ഉയർപ്പ്. സ്തോത്രം. ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചതാണല്ലോ വെളിപ്പാട് പുസ്തകത്തിൽ വെച്ച്. അതുകൊണ്ട് ഈ ഭാഗങ്ങൾ ആവർത്തിക്കേണ്ടതില്ലെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. എ റിസറക്ഷൻ ടു ഇമ്മോർട്ടാലിറ്റി, അദ്രവത്വത്തിലേക്കുള്ള ഉയർത്തെഴുന്നേൽപ്പ്. യേശുക്രിസ്തുവിൻ്റെതിനോട് തുല്യമായ ഉയർത്തെഴുന്നേൽപ്പ്. സ്തോത്രം. അതിനുള്ള ഉറപ്പാണ് യേശുവിൻ്റെ ഉയർപ്പ്. The guarantee of this better resurrection is the very resurrection of Christ himself. യേശുക്രിസ്തു സ്വയം മരിച്ചവരുടെ ഇടയിൽ നിന്ന് അക്ഷയനായി ഉയർത്തെഴുന്നേറ്റതുകൊണ്ട് നമുക്കും അങ്ങനെയുള്ള ഒരു ഉയർപ്പിൻ്റെ വാഗ്ദത്തവും പ്രതീക്ഷയും ലഭിച്ചിരിക്കുന്നു. സ്തോത്രം. എ ബെറ്റർ റിസറക്ഷൻ. സ്തോത്രം. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും, we have a better hope. 7:9, 7:9 വാക്യം. 7:9, 7:9. One might even say that Levi, who collects the tenth, paid the tenth through Abraham. ഇവിടെ പഴയ നിയമത്തിൽ, പഴയ നിയമം, ഓൾഡ് കവനന്റ്, ആ നിയമത്തിനകത്ത് അതും പഴയ നിയമത്തിലെ വാഗ്ദത്തങ്ങളും കൂടെ ചേർത്ത് വെച്ചാൽ ഇസ്രായേലിന് ലഭിച്ചതിനേക്കാളും ശ്രേഷ്ഠകരമായ പ്രത്യാശയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ആ പ്രത്യാശ എന്ന് പറയുന്നതും നമ്മളിപ്പോൾ വായിച്ചത് തന്നെയാണ്. എന്തേ? എ ബെറ്റർ ഹോപ്പ് ഓഫ് എ ബെറ്റർ റിസറക്ഷൻ. സ്തോത്രം. എ ബെറ്റർ hope of a better resurrection. നമുക്ക് ലഭിച്ചിട്ടുള്ള ആ പ്രത്യാശയുടെ നങ്കൂരം നാം മുറുകെ പിടിച്ചുകൊള്ളണം. 6-ാം അധ്യായത്തിന്റെ 19 വാക്യം കൂടെ. 6:19. We have this hope as an anchor for the soul, firm and secure. It enters the inner sanctuary behind the curtain. We have a promise. അത് നമുക്ക് നിശ്ചയവും സ്ഥിരവും തിരശീലയ്ക്കകത്തേക്ക് കടക്കുന്നതുമാകുന്നു. സ്തോത്രം. ആ പ്രത്യാശ നമുക്ക് ആത്മാവിൻ്റെ നങ്കൂരം തന്നെ. എ ബെറ്റർ ഹോപ്പ് we are given with. A better hope of a better resurrection. 11-ാമത്തെ അധ്യായം
16-ാമത്തെ വാക്യം 11:16. Instead, they were longing for a better country, a heavenly A one. better country. A better country. Therefore, God is not Enough, ashamed. enough, enough. Better country. പഴയ നിയമത്തിലെ അബ്രഹാം തുടങ്ങിയുള്ള പിതാക്കന്മാർക്ക് ദൈവം വാഗ്ദത്തം കൊടുത്തു. എന്തിന്റെ വാഗ്ദത്തം? ഒരു ദേശത്തിന്റെ വാഗ്ദത്തം. എ പ്രോമിസ് ഓഫ് എ ലാൻഡ്. ആൻഡ് ഗോഡ് ഹാഡ് ബ്രോട്ട് ദം ടു ദാറ്റ് ലാൻഡ്. ബട്ട് ആർ ദേ ഓർ വേർ ദേ സെറ്റിൽഡ് ഇൻ ദാറ്റ് ലാൻഡ്? ദൈവം അവർക്കൊരു ദേശത്തിന്റെ വാഗ്ദത്തം കൊടുത്ത് ആ വാഗ്ദത്ത ദേശത്തേക്ക് അബ്രഹാമിനെ കൊണ്ടുവന്നു. പക്ഷേ വാഗ്ദത്ത ദേശത്ത് അവർ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ, സെറ്റിൽ ഡൗൺ ആയോ? അവർ അവിടെ പാർപ്പുറപ്പിച്ചോ? ഇല്ല. വാഗ്ദത്ത ദേശത്ത് അവരെങ്ങനെ പാർത്തു എന്നാ വായിക്കുന്നത്? അന്യദേശത്ത് അന്യദേശത്തെന്ന പോലെ. എന്ന പോലെ അവർ വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. കണ്ടോ? സ്തോത്രം. എ ബെറ്റർ കൺട്രി. എപ്പോഴാണ് അവർ പാർത്തത്? ഒരു വിലയേറിയ അല്ലെങ്കിൽ വിശേഷതയേറിയ നഗരത്തിന് വേണ്ടി. ഒന്നും ഇല്ലാഞ്ഞപ്പോഴല്ല. നമ്മളാണെങ്കിൽ എല്ലാം പോകുമ്പോഴാണ് പറയുന്നത്, ഓ സാരമില്ല, നമുക്ക് അവിടെ ഉണ്ടെന്ന്. എന്നാൽ അബ്രഹാം തുടങ്ങിയ പിതാക്കന്മാർക്ക് ദൈവം വാഗ്ദത്തം ചെയ്ത ഭൗതിക അനുഗ്രഹങ്ങളും ദേശവും കൊടുത്തപ്പോൾ അവിടെ പാർത്തുകൊണ്ടാണ് അവർ പറഞ്ഞത്, ഇതെന്താ ഇരിക്കുന്നു? അവിടെ പാർത്തുകൊണ്ട് തന്നെ അക്കരെയുള്ള വിലയേറിയ രാജ്യത്തിൻ്റെ, പട്ടണത്തിൻ്റെ ദർശനം പ്രാപിച്ചു. So they were waiting for a better country, a better country. 10:34, 10:34. സ്വർഗത്തിൽ You sympathized with those in prison and joyfully accepted the confiscation of your property, because you knew that you yourselves had better and lasting possessions. Yeah, better and better possession. സ്തോത്രം. അവര് സമ്പത്തുകളുടെ അപഹാരം സന്തോഷത്തോടെ സഹിച്ചു. അതിനുള്ള കാരണം ഇവിടെ പറയുന്നു, സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് ഉണ്ട്. ഉത്തമ എന്ന് അറിഞ്ഞുകൊണ്ട്. സ്തോത്രം. They endured joyfully the plundering of their possession, knowing that they have a better possession in the heavens. ഉത്തമ സ്തോത്രം നമുക്ക് വേണ്ടി വച്ചിരിക്കുന്നു. 8:1, 8:1. The point of what we are saying is this: we do have such a high priest who sat down at the right hand of the throne of the majesty in heaven. There we see a better ministry. താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ
സ്തോത്രം. ഏറെ നല്ല ശുശ്രൂഷയെക്കുറിച്ചാണ് നാം അവിടെ കാണുന്നത്. സ്തോത്രം. ഏറെ നല്ല ശുശ്രൂഷ. 8:6 എഴുതിയിരിക്കുന്നത് വിശേഷതയേറിയ ശുശ്രൂഷ. വിശേഷതയേറിയ ശുശ്രൂഷ. സ്തോത്രം. എ ബെറ്റർ മിനിസ്ട്രി. 11:40 നമുക്ക് ഏവർക്കും അറിയാവുന്ന വാക്യമാണ്. 11:40. അവർ നമ്മെ കൂടാതെ വാഗ്ദത്തം നിവർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നമുക്ക് വേണ്ടി നല്ലതൊന്ന് മുൻകരുതിയിരുന്നു. യാ. നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരിക്കുന്നു. ഏറ്റവും നല്ലതൊന്ന്. സ്തോത്രം. ഏറ്റവും മുൻകരുതിയിരിക്കുന്നു. നല്ലതൊന്ന്. അവിടെ വേണമെങ്കിൽ ഉത്തമ സമ്പത്ത് ഒക്കെ നമുക്ക് പറയാം. എ ബെറ്റർ പ്രൊവിഷൻ. ഒരു ഉത്തമമായ കരുതലാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. നിത്യതയും രക്ഷയും നിത്യതയിലെ നമ്മുടെ സ്ഥാനവും ഒക്കെയായി ബന്ധപ്പെട്ട കാര്യങ്ങളാണത്. സ്തോത്രം. നമുക്ക് വേണ്ടി ദൈവം മുൻകരുതിയിരുന്ന ഏറ്റവും നല്ല ഒരു കരുതൽ എന്ന് നമുക്കവിടെ മനസ്സിലാക്കാം. ഇങ്ങനെ കുറേയേറെ ബെറ്റർ തിങ്സ്. ബെറ്റർ എന്ന പദം തന്നെ ഏതാണ്ട് 13ഓളം പ്രാവശ്യം നമുക്ക് എബ്രായ ലേഖനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മൾ അതിലെ പദങ്ങളും ആശയങ്ങളും കൂടെ എടുത്താണ് ഇതുവരെ ചിന്തിച്ചത്. സ്തോത്രം. അങ്ങനെ ഏറ്റവും ശ്രേഷ്ഠനായ ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ യാഗത്താൽ, സ്തോത്രം, താൻ ചൊരിഞ്ഞ ഏറ്റവും വിശേഷതയേറിയ രക്തത്താൽ നമുക്ക് നൽകപ്പെട്ട വാഗ്ദത്തങ്ങൾ, നമുക്ക് ഒരുക്കപ്പെട്ട ഉത്തമമായ സമ്പത്ത്, നമുക്ക് ലഭിച്ച ശ്രേഷ്ഠ മഹാപുരോഹിതൻ, സ്തോത്രം, നമുക്ക് വേണ്ടി ദൈവം കരുതി വെച്ച പ്രത്യേകമായ ഉത്തമമായ കരുതൽ, ഇവയെല്ലാം നാം സ്വന്തമാക്കി മുൻപോട്ട് ക്രിസ്തുവിൽ ജീവിക്കേണ്ടതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. യേശുക്രിസ്തുവാണ് ഇതിനെല്ലാം ആധാരം. ആകയാൽ ക്രിസ്തുവിനെ നാം പ്രാപിച്ചാൽ അതോടുകൂടെ ഈ പറയപ്പെട്ടതെല്ലാം നമുക്ക് സ്വന്തമാക്കാം. സ്തോത്രം. അതുകൊണ്ട് ആ ഉത്തമമായതിലേക്ക് നമ്മുടെ കണ്ണുകളെ നട്ട് കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങി കാത്തിരിക്കാം. അതിന് ഈ വചനങ്ങൾ മുഖാന്തരങ്ങളാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നിവിടെ നിർത്തുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ.